ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് എൻ്റെ വൺ ഓഫ് ദ ഡ്രീം കം ട്രൂ വ്ളോഗാണിത്. വേറെ ഒന്നുമല്ല, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ ആദ്യത്തെ വണ്ടി ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ച പൈസക്ക് വാങ്ങണം എന്നുള്ളത്. അപ്പോൾ ഇന്ന് ആ ദിവസമാണ്, എൻ്റെ സ്കൂട്ടർ ഇറങ്ങുന്ന ദിവസമാണ്. ഇൻഷാല്ല കാറൊക്കെ വാങ്ങാൻ പറ്റട്ടെ. ഇപ്പോൾ എന്തായാലും ഞാൻ സ്കൂട്ടറാണ് വാങ്ങിയിട്ടുള്ളത്, ഇലക്ട്രിക് സ്കൂട്ടറാണ്. ഒരു 2 കൊല്ലം മുന്നേ തുടങ്ങിയതാണ് എനിക്ക് ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങുമ്പോൾ അത് വാങ്ങണം എന്നുള്ളത് കേട്ടോ. എന്തുകൊണ്ട് ആഗ്രഹം വന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ അന്ന് മുതലേ ഞാൻ ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങണം. ഇപ്പോൾ ഞാൻ ജോലിക്ക് കയറിയിട്ട് ഇത് 2.5 കൊല്ലമായി. ജോലിക്ക് കയറിയ മുതൽ അങ്ങനെ ഇൻഷാല്ല എനിക്കൊരു വണ്ടി വാങ്ങണം, എൻ്റെ സ്വന്തം പൈസക്ക് വാങ്ങണം എന്നുള്ളത് ഇങ്ങനെ നിന്നാണ്. ഇപ്പോൾ കുറേ പേർക്ക് ഞാൻ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, ബോയ്സ് പറയുന്നത് അവരേറ്റവും വലിയ ആഗ്രഹമാണ് വണ്ടി വാങ്ങാന്നുള്ളത്. ബോയ്സിന് മാത്രമല്ല, ഞങ്ങളെപ്പോലത്തെ ചില ഗേൾസിനും ഭയങ്കര ആഗ്രഹമാണ് സ്വന്തമായിട്ട് കാർ അല്ലെങ്കിൽ ബൈക്കൊക്കെ വാങ്ങണം എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ടെക്നോ പാർക്കിലാട്ടോ. ഞാൻ സൽമാനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ലീവാണ്. ഇത് ഏപ്രിൽ 23 ഞാൻ ഈ വീഡിയോ എന്നോ അപ്ലോഡ് ചെയ്യാമെന്നൊക്കെ അറിയില്ല, പക്ഷേ എന്തായാലും വീഡിയോ എടുക്കുന്നത് ഏപ്രിൽ 23 നമ്മൾ വണ്ടി രജിസ്റ്റർ ചെയ്തത് ഏപ്രിൽ 10 മുന്നേയാണ്. ആ വീഡിയോ ആയിരിക്കും ഞാൻ ഫസ്റ്റ് കാണിക്കുന്നുണ്ടാവുക. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ പറയുക, രജിസ്റ്റർ ചെയ്യാച്ചിട്ട് പോയതല്ല, ബുക്ക് ചെയ്തിട്ട് മെയിലെടുക്കാനാണ് എൻ്റെ പ്ലാന്. പക്ഷേ ഏപ്രിൽ 10 ശേഷം ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഒക്കെ വില കൂടുകയാണെന്നാണ് ഇപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യാൻ പോയടുത്തുനിന്ന് അവസാനം രജിസ്റ്റർ ചെയ്തിട്ടാണ് വന്നത്. ആ വീഡിയോ ഇതിൽ ഞാൻ ഫസ്റ്റ് ഇടാം. വണ്ടി ബുക്ക് ചെയ്യാൻ പോയിട്ട് അവസാനം രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്ത് വന്നു തന്നില്ലേ, ആ വീഡിയോ ആണിത്. ഇത് നമ്മൾ ഷൂട്ട് ചെയ്തത് ഏപ്രിൽ 6 ഏപ്രിൽ 6 ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസൊക്കെ കഴിഞ്ഞിട്ട് രാത്രി കഴക്കൂട്ടത്തെ ലേതറിൻ്റെ ഷോറൂമിൽ ബുക്ക് ചെയ്യാൻ വേണ്ടി പോയതെന്ന്. അപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് ഇങ്ങനെ ഏപ്രിൽ 10 ശേഷമാണ് ഇങ്ങനെ ഈ ഇലക്ട്രിക് വണ്ടീൻ്റെ പൈസ കൂടാൻ സാധ്യത ഉണ്ടെന്നുള്ളത് കേട്ടത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഏപ്രിൽ 10 മുന്നേ തന്നെ അങ്ങോട്ട് രജിസ്റ്റർ ചെയ്യാന്നുള്ളതിൽ അങ്ങനെ പെട്ടെന്ന് ഫണ്ടൊക്കെ സെറ്റാക്കുന്നത്. എന്നിട്ട് അവസാനം ഞാൻ ബുക്ക് ചെയ്യാൻ പോയടുത്തുനിന്ന് രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്യണമാണ് ഈ കാണുന്നത്. ഞാൻ വിചാരിച്ചിട്ടില്ലേ തന്നതാവുന്നത്. അപ്പോൾ എനിക്ക് അത്യാവശ്യം ചെറിയ എക്സൈറ്റ്മെൻറ്റും കൈവറക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടി ഏപ്രിൽ 10 മുന്നേ തന്നെ രജിസ്റ്ററൊക്കെ ചെയ്തിട്ട് വണ്ടി ശരിക്കും വിഷുവിൻ്റെ അന്ന് ഇറക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞിരുന്നു. പക്ഷേ നമ്മൾ ആ സമയത്ത് നാട്ടിൽ പോയിട്ട് പിന്നെ ഞങ്ങൾ എത്തിയത് ഏപ്രിൽ 22 അവിടെ തിരിച്ച് ട്രിവാൻഡ്രം എത്തിയത്. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു ഓക്കെ 23 ഉച്ചയ്ക്ക് ശേഷം ഇറക്കാം. അങ്ങനെ ഞങ്ങളിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ലീവ് ഇട്ടിട്ട് വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ്. ഏകദേശം ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്ക് നമുക്ക് വണ്ടി എടുക്കാമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇലക്ട്രിക് സ്കൂട്ടർ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. അപ്പം ഇപ്പം ഞാൻ എടുക്കുന്നത് അതിൽ ഏതറാണ്. ഏതർ എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാൻ ഇലക്ട്രിക് സ്കൂട്ടർ ആണെന്ന് വെച്ചപ്പോൾ എല്ലാത്തിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങി. അപ്പം എൻ്റെ കസിൻസിൻ്റെ അടുത്ത് 2 പേരുടെ അടുത്തൊക്കെ ഏതറുണ്ട്, ഏതറിൻ്റെ 450X ഉണ്ട്. അപ്പം അവരോടൊക്കെ ഞാൻ അഭിപ്രായങ്ങളും കാര്യങ്ങളും കുറേ റിവ്യൂസൊക്കെ കണ്ടപ്പോൾ എനിക്ക് ബെറ്ററായി തോന്നിയത് ഏതറാണ്. പിന്നെ അടുത്ത ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതറിൽ ഏതെടുക്കും എന്നുള്ളതായിരുന്നു. അപ്പം അന്ന് ഞാൻ പറഞ്ഞില്ല 2 കൊല്ലം മുന്നേ ഞാൻ വാങ്ങാൻ ആഗ്രഹം തുടങ്ങിയത്. അപ്പം അന്ന് മുതലേ ഞാൻ അങ്ങനെ ഓരോന്ന് നോക്കുന്നുണ്ടായിരുന്നു, റിവ്യൂസും കാര്യങ്ങളൊക്കെ. അപ്പം അന്ന് 450X എടുക്കാനായിരുന്നു എൻ്റെ പ്ലാന്. അപ്പം അതിന് ശേഷമാണ് നമ്മൾ ഏതർ റിസ്ക് ഇറങ്ങിയത്. അപ്പം ഓക്കെ എന്നാൽ റിസ്ക് എടുക്കാം. കാരണം ഏതർ 450X കുറച്ചും കൂടി പെർഫോമൻസ് സ്കൂട്ടറാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് പെർഫോമൻസ് സ്കൂട്ടറിനെക്കാട്ടിയും കുറച്ചും കൂടി അട്രാക്റ്റീവായിട്ട് തോന്നിയത് അതിൻ്റെ ബൂട്ട് സ്പേസ്. റിസ്കിൻ്റെ ബൂട്ട് സ്പേസ് നല്ലോണം ഉണ്ട്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ്. കാരണം എനിക്ക് ഭയങ്കര പെർഫോമൻസ് സ്കൂട്ടറിൻ്റെ ആവശ്യമില്ല, എനിക്ക് സാധാ ഇത് മതി. പിന്നെ ലുക്ക് വൈസിനെക്കാട്ടിക്ക് എനിക്ക് ഇങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് ഇഷ്ടപ്പെട്ടത്. പക്ഷേ എനിക്ക് ടച്ച് സ്ക്രീൻ വേണമെന്നുണ്ടായിരുന്നു. ടച്ച് സ്ക്രീന് 450Xലുള്ളത്, പക്ഷേ ഇതിൽ ജോയ്സ്റ്റിക്കാണ്. എനിവേ എന്തായാലും നമ്മൾ പിന്നെ അവസാനം ഉറപ്പിച്ചു റിസ്ക് എടുക്കാമെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു മെയിൽ ഒക്കെ കണ്ടെടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഏപ്രിലാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയത്. ഞങ്ങൾ എന്തായാലും ഒരുമിച്ച് ഇവിടെ ഫ്ലാറ്റിൽ റെൻ്റ് എടുത്ത് താമസം തുടങ്ങിയത്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി അത്യാവശ്യമായിട്ട് വന്ന്. അപ്പോൾ ഞങ്ങൾ മെയ്ക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പോയത്, ഞാൻ പറഞ്ഞല്ലോ. അതിന് ശേഷം എന്തായാലും പൈസ കൂടാണ് ഇലക്ട്രിക് സ്കൂട്ടറിന് നനപ്പോൾ എന്നാൽ പിന്നെ അതിൻ്റെ മുന്നേ തന്നെ രജിസ്റ്റർ ചെയ്യാൻ വിചാരിച്ചു, അങ്ങനെ എടുക്കണം. ഞാൻ പറഞ്ഞല്ലോ സൽമാനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്താണ് ഞാൻ ആ ഇൻ്റർവ്യൂ എടുത്തത്. അപ്പോഴേക്കും നമ്മളെ സൽമാൻ എത്തിയിട്ടാ. ഞാനൊരു ക്രീം പെൻ ഒന്ന് വല്ലാതെ വിശന്നപ്പോൾ ഒരു ക്രീം പെന്ന് പോയി തിന്നു ഞാൻ കഫ്റ്റീരിയയിൽ. നമുക്ക് നല്ല വിശക്കുക, തലവേദന ഒക്കെ എടുക്കുക വിശന്നിട്ട്. എന്തായിക്കും പറയ എന്താ തിന്നാ പറയേ. രണ്ടാക്കും നല്ലോണം വിശന്നുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ ചോറ് കഴിക്കാനാണ് കയറിയത്. ടെക്നോ പാർക്കിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു കടയിൽ നിന്ന് നമ്മൾ സൽമാന് നല്ല മീൽസും പറഞ്ഞ് ഞാനൊരു ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തിട്ട് കഴിച്ചു. അപ്പോൾ ഏകദേശം 2 മണി കഴിഞ്ഞിരിക്കണം.
എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ നേരെ ഏതറിൻ്റെ അവിടേക്ക് പോയത്. അങ്ങനെ നമ്മളൊരു 3 മണി 3:15 ആയപ്പോക്കിന് ഏതറിൻ്റെ ഷോറൂമിലെത്തിട്ടോ. പിന്നെ മൂപ്പര് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ തുടങ്ങി. ജസ്റ്റ് വണ്ടീൻ്റെ ചാർജിങ്ങും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളതും പിന്നെ മൊബൈൽ ആപ്പ് അതിൻ്റെ ആപ്പ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതും അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് വന്നിട്ട് വണ്ടി നമ്മൾ പാർക്കിങ്ങിലൊക്കെ എവിടെയാണ് ചെന്ന് വയ്ക്കുകയാണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് അങ്ങനെ നമ്മൾ വണ്ടീൻ്റെ എല്ലാ പേപ്പറും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് അവർ തന്ന് നമ്മളതെല്ലാം വെരിഫൈ ചെയ്തു. അങ്ങനെ എല്ലാം ഓക്കെ ആയി ഗൈസ്. ഇനി നമ്മൾ കീ വാങ്ങണം. അങ്ങനെ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് എൻ്റെ കുറേ കാലത്തെ ഡ്രീം മൊമെൻ്റ് ആയിരുന്നത്. ഞാൻ കുറേ ആഗ്രഹിച്ച് മേടിച്ച എൻ്റെ ഫസ്റ്റ് സ്കൂട്ടർ ഞാൻ ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്യാൻ പോവാണ്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൻ്റെ മുഖത്ത് നല്ലോണം ഉണ്ട്. എനിക്ക് ഉള്ളിൽ കൂടി എന്തൊക്കെയോ കാളലൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ടും ആ ഒരു സന്തോഷം കൊണ്ടും നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് കാണാനും കഴിയും. അങ്ങനെ നമ്മൾ വണ്ടി എടുത്ത് ആദ്യം പോയത് ഭീമാപള്ളിക്കാണ് കേട്ടോ. ഞാൻ തിരുവനന്തപുരത്ത് 2 കൊല്ലമായിട്ട് ഞാൻ ഇതുവരെ ഭീമാപള്ളി പോയിട്ടില്ല. എന്നൊക്കെ പോകണമെന്ന് ആഗ്രഹിച്ചൊരു സ്ഥലം. അപ്പോൾ നമ്മൾ എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ലീവ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു നോക്കി എന്നാൽ ഭീമാപള്ളി പോവാം എന്നിട്ട് അങ്ങനെ പോയി. അപ്പോഴാണ് ഞാൻ പള്ളീൻ്റെ മുറ്റത്ത് കുറേ ആട്ടുകുട്ടികളെ കണ്ടത്. എനിക്ക് ആട്ടുകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വണ്ടി പാഞ്ഞ് അതിൻ്റെ അടുത്ത് കണ്ടുപോയി. ഞാൻ 10ാം ക്ലാസ് ആവോളം എൻ്റെ വീട്ടിൽ ആട്ടുമുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ 10 ഞാൻ അതിൻ്റെ പിന്നാലെ നടന്ന് പഠിക്കൂലെന്നും പറഞ്ഞിട്ട് എൻ്റെ ഒപ്പം അതിനെ വിറ്റു. എനിക്ക് ഭയങ്കര ഇഷ്ടം. എപ്പോഴും ഒരു ആട്ടുമുട്ടിനെ നൊലോളി ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ എവിടെ എന്നുള്ള ഇതിൽ ഇങ്ങനെ ഞാൻ നോക്കും. അതൊക്കെ നമ്മൾ ഭീമാപള്ളീൻ്റെ ഉള്ളിലൊക്കെ കയറി ഭീമാപള്ളിയൊക്കെ ഒന്ന് കണ്ടു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് നിസ്കരിച്ചിട്ട് പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നു. നല്ല കാറ്റുണ്ടായിരുന്നു. വൈകുന്നേരം സമയം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടാണ് പോകുന്നത്. അങ്ങനെ കുറച്ച് നേരം ഭീമാപള്ളിയിൽ ഇരുന്നിട്ട് നമ്മൾ നേരെ പോയത് വെള്ളയമ്പലത്തേക്ക് കേട്ടോ. വെള്ളയമ്പലം എൻ്റെ ഓഫീസിലത്തെ ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. എൻ്റെ ഓഫീസ് 2 സ്ഥലത്തുണ്ട്. വെള്ളയമ്പലത്തുണ്ട്, ടെക്നോ പാർക്കും ഉണ്ട്. അപ്പം സൽമാൻ അങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് ടെക്നോ പാർക്ക് മാറ്റുന്നത്. എൻ്റെ ടീംസ് മൊത്തം ഉള്ളത് വെള്ളയമ്പലം ഓഫീസിലാണ്. അപ്പോൾ ഞങ്ങൾ നേരെ അവരെ കാണാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് ലഡു വാങ്ങിയിട്ട് അവരുടെ അടുത്തേക്ക് പോയി. അങ്ങനെ നമ്മൾ ടീംസിനൊക്കെ വണ്ടിയൊക്കെ കാണിച്ചു കൊടുത്ത് അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് പെട്ടെന്ന് തന്നെ പോകുന്നു കേട്ടോ അവരുടെ അടുത്തുനിന്ന്. കാരണം അവർ ഓഫീസ് അവറിലാണ്, ഞാനല്ലേ ലീവ് എടുത്തിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ അവരുടെ അടുത്ത് നിന്ന് ഇറങ്ങി കുറച്ച് നേരം ജസ്റ്റ് ഒന്ന് കറങ്ങിയതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ കഴക്കൂട്ട ഫ്ലാറ്റിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.